ഫ്യൂച്ചർ ഓഫ് കോൺഫ്ലിക്ട്സ്. ഭാവി കാലങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന യുദ്ധമെന്നത് ഒരു രാജ്യത്തിൻ്റെ സൈനിക താവളങ്ങളെ മാത്രം വിശ്വസിച്ചായിരിക്കില്ല സംഭവിക്കുന്നത്. ഇതിനകം അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിനുള്ളിലെ അവരുടെ അതിർത്തിയിലുള്ള ബേസിനെ ആശ്രയിക്കുന്നതിന് പകരം വിദേശ രാജ്യങ്ങളിൽ എവിടെയെല്ലാമാണ് അവർക്ക് ബേസ് ഉള്ളത് അതിനെ ആശ്രയിച്ചാണ് അവരുടെ രാഷ്ട്രീയത്തെ നയിക്കുന്നത്. ഈ സാഹചര്യം വളർന്ന രാജ്യങ്ങളെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത് വളർന്നു വരുന്ന രാജ്യം, ഇതിൽ ഇന്ത്യക്കൊരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. അതും ഇന്ത്യയിൽ നിന്നെടുക്കുമ്പോൾ നമുക്ക് ശത്രുക്കൾക്ക് യാതൊരു ക്ഷാമവുമില്ല. പാകിസ്ഥാൻ എപ്പോൾ നമ്മെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കാത്തിരിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാനിൽ നമ്മളൊരു സ്ട്രൈക്ക് നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ പോലെ മറ്റൊരു ഓപ്പറേഷൻ പാകിസ്ഥാനുള്ളിൽ ചെയ്യണമെങ്കിൽ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നായിരിക്കില്ല പാകിസ്ഥാന് ഭീഷണി വരുന്നത്. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്നും അങ്ങനൊരു ഭീഷണി പാകിസ്ഥാനുണ്ട്. കൃത്യമായി പറയണമെങ്കിൽ ഇന്ത്യയുടെ ഓവർസീസ് ബേസസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ഓവർസീസ് ബേസ് എന്നാൽ എന്താണ്? ഒരു രാജ്യത്തിന് സ്വന്തം രാജ്യത്തിലുള്ള സൈനിക താവളങ്ങൾ, അവരുടെ ആഭ്യന്തര താവളങ്ങൾ. എന്നാൽ ഈ ഓവർസീസ് ബേസ് എന്നത് സ്വന്തം രാജ്യത്തിലായിരിക്കില്ല. വിദേശ രാജ്യങ്ങളിലുള്ള ബേസസിനെയാണ് ഓവർസീസ് ബേസ് എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓവർസീസ് മിലിറ്ററി ബേസ് ഉള്ളത് അമേരിക്കയ്ക്കാണ്. കാരണം അമേരിക്ക നാറ്റോ എന്ന പ്രധാനപ്പെട്ട മിലിറ്ററി അലയൻസിന്റെ ഹെഡാണ്. കൂടാതെ ഒരു ലോക പോലീസ് എന്ന സ്ഥാനത്തും കൂടെ അവരുണ്ട്. അപ്പോൾ ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളെയും ഇവർ പരോക്ഷമായി നിയന്ത്രിക്കുന്നതിന് ഇവർക്ക് ബേസസ് ആവശ്യമാണ്. അങ്ങനെ നോക്കിയാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തുടങ്ങി ഈ ലോകത്തിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യവാസമുള്ള എല്ലാ കേന്ദ്രങ്ങളിലും അമേരിക്കയ്ക്ക് ബേസസ് ഉണ്ട്. അടുത്തത് റഷ്യയാണ്, പിന്നീട് ചൈന. ഇങ്ങനെ ടോപ്പ് 3 രാജ്യങ്ങൾ ഇവരാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില രാജ്യങ്ങളിൽ, പ്രധാനമായും ചൈനയുടെ ഇൻഫ്ലുവൻസിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയും പാകിസ്ഥാന് ഒരു ചെക്ക് പോയിന്റ് വയ്ക്കുന്ന രീതിയിലും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കും ബേസസ് ഉണ്ട്. ഉദാഹരണത്തിന് തജിക്കിസ്ഥാൻ, ഭൂട്ടാൻ, മഡഗാസ്കർ, മൗറീഷ്യസ്, ഒമാൻ, സിംഗപ്പൂർ, നേപ്പാൾ. ഇതിൽ നമ്മുടെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾക്കും അപ്പുറം മറ്റ് സ്ഥലങ്ങളിലുള്ളതെല്ലാം മാരിടൈം സർവൈലൻസിന് വേണ്ടിയും യുദ്ധകാല സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ഈ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാനാണ് ഇവയെല്ലാം നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിൽ 2 പ്രധാനപ്പെട്ട ബേസസ്, അത് പ്രധാനമായി ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് 2 പ്രധാനപ്പെട്ട ബേസസ് ഉണ്ട്. ഒന്ന് സിംഗപ്പൂരിലുള്ളത്, മറ്റൊന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്ന തജിക്കിസ്ഥാനിലുള്ളത്. തജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ, അതായത് മുൻ സോവിയറ്റ് യൂണിയന്റെ അംഗമായിരുന്ന ഒരു രാജ്യം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സ്വാതന്ത്ര്യം നേടി പിന്നെ റഷ്യയുമായി അടുത്ത സഖ്യത്തിലുള്ള ഒരു രാജ്യം. ഈ തജിക്കിസ്ഥാനിൽ നമ്മുടെ ഉടമസ്ഥതയിലുള്ള 2 ബേസസ് ഉണ്ട്. ഇത് പൂർണ്ണമായും ഇന്ത്യ ഓൺ ചെയ്യുന്നില്ല. തുടക്കത്തിൽ ഞാൻ പറയാം, പൂർണ്ണമായും ഇന്ത്യയുടെ ഒരു താവളം അല്ല ഇത്. പക്ഷേ ഇന്ത്യക്ക് ആ ബേസ് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ആ രാജ്യത്തിൻ്റെ സർക്കാരിൽ നിന്നും നമ്മൾ ഇതിനകം തന്നെ ഒരു അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ സൈൻ ചെയ്ത രേഖകൾ പ്രകാരം നമ്മുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആ ബേസസ് യൂസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഒരു യുദ്ധ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു രാജ്യം യുദ്ധം തൊടുത്തുവിടുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ ബേസസ് ഉപയോഗിച്ച് നമുക്ക് അവർക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ സാധിക്കും. അതിനും നമുക്ക് പൂർണ്ണ അവകാശം അവിടെ ഉണ്ട്. ഈ 2 ബേസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് ഐനിൻ പ്രദേശത്തുള്ള നിസാർ ബേസ്, രണ്ടാമത് ഫക്കൂർ എയർബേസ്. ഇതിൽ ആദ്യം പറഞ്ഞ ഇക്സാർ എയർബേസ് ആണ് കൂടുതലായും ഉപയോഗിക്കാനുള്ള സാധ്യതയുള്ളത്. ഈ ബേസ് നമ്മുടെ കൈകളിലേക്ക് വന്നത് തന്നെ പല പ്രശ്നങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷമാണ്. അതും തജിക്കിസ്ഥാനിലെ ഈ ഒരു ബേസ് നമുക്ക് ലഭിച്ചത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. കാരണം ഈ അഫ്ഗാനിസ്ഥാനെ സാമ്രാജ്യങ്ങളുടെ ശവപ്പറമ്പ് എന്നാണ് പറയുന്നത്. അതായത് നന്നായി ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ അല്ലെങ്കിൽ നന്നായി വളർന്നു വന്ന രാജ്യത്തിൻ്റെ എല്ലാം ശവപ്പറമ്പാണിതെന്ന് പറയാറുണ്ട്. ഇതിന് മുൻപ് ആരെല്ലാമാണോ അഫ്ഗാനിസ്ഥാനെ തൊട്ടത് അവരുടെ എല്ലാം അവസാനത്തെ യുദ്ധം അഫ്ഗാനിസ്ഥാൻ യുദ്ധമായിരുന്നു. അതുപോലെ സോവിയറ്റ് യൂണിയന് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലൂടെ ഉണ്ടായ നഷ്ടം, സോവിയറ്റ് യൂണിയനിൽ തന്നെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നം, ഇതെല്ലാം ചേർന്നാണ് സോവിയറ്റ് യൂണിയനെ തകർത്തത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം സംഭവിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പിന്നീട് തലിബൻസിനും നോർത്തേൺ അലയൻസ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു സംഘടനയ്ക്കും ഇടയിൽ ഒരു വലിയ പോരാട്ടം തന്നെ സംഭവിക്കുന്നു. ഈ നോർത്തേൺ അലയൻസ് ആരാണെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ ഗവൺമെന്റ് അംഗീകരിച്ച അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു സംഘടനയാണ്. ഇവർക്ക് ഇന്ത്യ, റഷ്യ, അമേരിക്ക, ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലുള്ള പല രാജ്യങ്ങൾ, ഇങ്ങനെ പല രാജ്യങ്ങൾ അവരുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ഈ ഐനി പ്രദേശത്തുള്ള ബേസ്
അവിടെ ആദ്യം ഇന്ത്യക്ക് ടെമ്പററിയായി ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ തുറക്കാനുള്ള പെർമിഷൻ നൽകി. ഇങ്ങനെ ഈ ഒരു സഹായം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് ഈ ഒരു ബേസ് കാരണം ഒരുപാട് നേട്ടമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. ഇവിടെ നമുക്കൊരു ബേസ് ഉണ്ട്, ഇവിടെ നമുക്ക് പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ഒരു ബേസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നും പെഷാവാറിനെ വളരെ പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കും. കൂടാതെ ഏരിയൽ റൂട്ട് വഴി നോക്കിയാൽ പാകിസ്ഥാനെ പൂർണ്ണമായും നമ്മെക്കൊണ്ട് വെറും 90 സെക്കൻഡിൽ തന്നെ ആക്രമിക്കാൻ സാധിക്കും. അതായത് ഇന്ത്യൻ സൈഡിൽ നിന്നും ആക്രമിച്ചാൽ LOC ക്രോസ് ചെയ്ത് ചെന്ന് ആക്രമിക്കണം. എന്നാൽ ആ സൈഡ് അഫ്ഗാനിസ്ഥാൻ സൈഡിലുള്ള ഈ തജിക്കിസ്ഥാൻ സൈഡിലുള്ള ഏരിയൽ റൂട്ടിൽ പാകിസ്ഥാന് വലിയ ഡിഫൻസസ് ഒന്നുമില്ല. ഇതിന് നല്ലൊരു ഉദാഹരണം പറയാം. അമേരിക്ക പാകിസ്ഥാനുള്ളിലേക്ക് വന്നു, പ്രയർ ഇൻഫർമേഷനോടുകൂടി വന്നാലും ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നാണ് ഒസാമ ബിൻ ലാദനെ ആക്രമിച്ചത്. ഇതിനെല്ലാം ഈ സെക്യൂരിറ്റി ലാബ്സ് ഒരു കാരണമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു പ്രദേശത്ത് നമുക്കൊരു ബേസ് ആവശ്യമാണെന്നും കരുതി തജിക്കിസ്ഥാൻ ഗവൺമെന്റുമായി അന്നത്തെ സമയത്ത് തന്നെ, അതായത് ഒരു 20-30 വർഷത്തിന് മുൻപാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ 100 മില്യണോളം മതിപ്പിലൊരു കരാറുണ്ടാക്കി. പിന്നീട് നമ്മൾ ആ 2 ബേസിസിനെ പുനർനിർമ്മിക്കുക മാത്രമല്ല ചെയ്തത്, ഇതിനകം അവിടെ ഉണ്ടായിരുന്നത് ഒരു ഷോർട്ടർ റൺവേ ആയിരുന്നു. കാരണം സോവിയറ്റ് യൂണിയന് അത് ആ സമയം ഒരു ലാൻഡിംഗ് ബേസ് മാത്രമായിരുന്നു. അങ്ങനെ നമ്മൾ റൺവേസിനെ 3000 മീറ്ററോളം, അതായത് 3 കിലോമീറ്റർ നീളത്തിൽ റൺവേസിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെ പല നവീകരണങ്ങൾ നമ്മൾ അവിടെ ചെയ്തു. അപ്പോൾ പൂർണ്ണമായും ഈ ഒരു ബേസ് ഇന്ത്യക്ക് സ്വന്തമായി മാറുമോ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം. അമേരിക്കയുടെ ഒരുപാട് ബേസസ് ഉണ്ട്, അവർ നേരിട്ട് അവിടെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ തന്നെ അമേരിക്കയ്ക്ക് ഒരുപാട് താവളങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ സർക്കാരുമായി ടൈപ്പ് വെച്ച് 2 പേരും ഉപയോഗിക്കുന്ന രീതിയിലും ചില ബേസസ് ഉണ്ട്. ഇതിന് നല്ലൊരു ഉദാഹരണമായി ജപ്പാനിലുള്ള ബേസും സൗത്ത് കൊറിയയിലുള്ള ബേസും ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ 2 വിഭാഗത്തിൽ നമ്മൾ ഏതിലാണ് പെടുക എന്ന് ചോദിച്ചാൽ രണ്ടാമത് പറഞ്ഞത്, ആ രാജ്യത്തിന്റെ സർക്കാരിൽ നിന്നും ഒരു അനുവാദം വാങ്ങി നമ്മുടെ വിമാനങ്ങൾ അവിടെ നിർത്തുന്നതിനും സർവീസ് ചെയ്യുന്നതിനും യുദ്ധ സാഹചര്യത്തിൽ ആ ഒരു ബേസ് ഉപയോഗിക്കുന്നതിനും എമർജൻസി ടൈമിൽ റെസ്ക്യൂ മിഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനും നമുക്ക് അവിടെ ഒരു അനുവാദം നൽകിയിട്ടുണ്ട്. ഈ അഗ്രിമെന്റ് പ്രകാരം ഇന്ത്യ ചെയ്തതിൽ വെച്ച് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കരാറായിരുന്നു ഈ 2 ബേസസിനെയും നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നത്. കൂടാതെ റഷ്യയ്ക്കും അവിടെ ഒരുപാട് അവകാശമുണ്ട്. ഇന്നത്തെ കാലത്ത് പോലും റഷ്യൻ വിമാനങ്ങൾ അവിടെ ഒരുപാട് സമയങ്ങളിൽ പാട്രോൾ നടത്തും. ഞാൻ ഇതിനകം പറഞ്ഞു, LOC കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്താൻ പാടാണ്. കാരണം അതെല്ലാം ഇന്റർനാഷണൽ ബോർഡറാണ്. IBയും LOCയോട് ചേർന്നുള്ള പ്രദേശങ്ങളും ഹെവിലി കണ്ടസ്റ്റഡ് സോണാണ്. അതായത് കൂടുതൽ ആയുധങ്ങൾ അവിടെ ലഭ്യമാകുന്ന സ്ഥലം, ധാരാളം റഡാർ നെറ്റ്വർക്സുകളുള്ള സ്ഥലം. എന്നാൽ ഈ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അങ്ങനെയല്ല. അഫ്ഗാൻ അതിർത്തിയും ഇപ്പോൾ ഈ തജിക്കിസ്ഥാനിലെ എയർ ബേസസ് ഉണ്ടല്ലോ, ഇവയെല്ലാം വളരെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, ഒരു 100 കിലോമീറ്ററിനുള്ളിലെ പ്രദേശം. ഈ സോണിൽ പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് വലിയ രീതിയിലൊരു ബേസസും ഇല്ല. കാരണം പൂർണ്ണമായും പാകിസ്ഥാന്റെ മിലിറ്ററി സെറ്റപ്പ് എന്നത് ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ ഈ സൈഡിലാണുള്ളത്, LOC സൈഡിലാണുള്ളത്, കിഴക്ക് വശത്ത്. എന്നാൽ ആ വശത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നാളെ നമുക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ, പാകിസ്ഥാനുമായി ഒരു പൂർണ്ണ യുദ്ധം ഒരു പക്ഷേ സംഭവിക്കുകയാണെങ്കിൽ നമ്മെക്കൊണ്ട് ഒരു വശത്തു നിന്നും മാത്രമല്ല 2 വശത്തു നിന്നും പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ സാധിക്കും. അതേസമയം പാകിസ്ഥാൻ തിരികെ ഒരു പ്രതികാരം ചെയ്യണമെന്ന് ചിന്തിച്ചാൽ, അതായത് ഇപ്പോൾ ഈ ബേസ് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു ഓൾ ഔട്ട് വാർ ബ്രേക്കായി. ഈ സമയത്ത് ഇന്ത്യ ഇവിടെയുള്ള ഈ ഒരു ബേസസിനെ, തജിക്കിസ്ഥാനുള്ള ബേസസ് ഉപയോഗിച്ച് പാകിസ്ഥാനിൽ ഒരു സ്ട്രൈക്ക് നടത്തുകയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു റെക്കോണിസൻസ് മിഷൻ നടത്തി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഡേറ്റ എടുക്കുകയാണെന്നൊക്കെ ചിന്തിക്കുക. മിലിറ്ററി പർപ്പസിന് വേണ്ടി നമുക്ക് തീർച്ചയായും ഈ ബേസസ് ഉപയോഗിക്കാൻ കഴിയുമല്ലോ. പലരും ഇപ്പോഴും ചിന്തിക്കുന്നത് തജിക്കിസ്ഥാനിലെ ബേസസ് നമുക്ക് സർവേലൻസ് മാത്രമേ നടത്താൻ സാധിക്കൂ, അവിടെ നിന്ന് ആയുധങ്ങൾ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് സത്യമല്ല. മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടി, മിലിറ്ററി സ്ട്രൈക്സിന് വേണ്ടി നമുക്കൊണ്ട് ഈ ഒരു വ്യോമസേന താവളങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു മിഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ റിട്ടാലിയേഷന് വേണ്ടി ആ ബേസിനെ ആക്രമിക്കുകയാണെങ്കിൽ, അതായത് തജിക്കിസ്ഥാനുള്ള ബേസിനെ പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയെ മാത്രം ആക്രമിച്ചതുപോലെ ആകില്ല, തജിക്കിസ്ഥാൻ നടത്തിയ ആക്രമണം എന്ന രീതിയിലായിരിക്കും കണക്കിൽപ്പെടുക. അപ്പോൾ ഇവിടെ പാകിസ്ഥാനെ നമ്മെക്കൊണ്ട് ഡ്യുവൽ ചെക്ക് വയ്ക്കാൻ സാധിക്കും. ഇതൊരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഓപ്പറേഷൻ സിന്ധൂർ ചെയ്തപ്പോൾ എല്ലാം വെസ്റ്റേൺ ഫ്രണ്ട് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ ഇത്രത്തോളം ഒരു ചെക്ക് നമ്മൾ പാകിസ്ഥാന് ചുറ്റും വച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ കാര്യമെടുത്താൽ പാകിസ്ഥാൻ ഒഴികെ മറ്റേതൊരു സ്ഥലങ്ങളിലും ബേസ് ഇല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.